പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി നേരെ കിച്ചണിലോട്ട്. അമ്മലിച്ചന്റെ ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ അങ്ങ് ചോറ് വെക്കും. കുക്കറിലാണ് ഞാൻ ചോറ് വെക്കുന്നത്. എനിക്കത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ അരി കഴുകി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നേരെ സ്റ്റവിൽ കൊണ്ടുവയ്ക്കും. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് പരിപാടി ഞാൻ ചെയ്യത്തുള്ളേ. ഇനി ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും. ആ നേരത്ത് പോയി പച്ചക്കറിക്കുള്ള കാര്യങ്ങൾ നോക്കാം. തലേന്ന് ഞാൻ എന്ത് ചെയ്യണം, എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കി വെക്കുവേ. ഓരനും മെഴുക്കുവരട്ടിയും വെക്കാം. പിന്നെ മീൻ പുരട്ടി വെച്ചിട്ടുണ്ട്, അതും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചു. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ മെഴുക്കുവരട്ടി. ആദ്യം തന്നെ ഞാൻ മെഴുക്കുവരട്ടി അടുപ്പിലാക്കിയേ. അപ്പോൾ ഒരു വിസിൽ വന്നിരിക്കുന്ന കുക്കറിനെ ഞാൻ നൈസായിട്ടൊന്ന് ഇറക്കി മാറ്റി വെച്ചിട്ട് മീൻ വറുക്കാനുള്ള തവ വെച്ചു കൊടുത്ത് എണ്ണ ഒഴിച്ചു. മെഴുക്കുവരട്ടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നപ്പം അതിലേക്ക് കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് വറുക്കാനുള്ള മീനെ എടുത്ത് വെച്ച് കൊടുത്ത്. 2 അയല മീനായിരുന്നേ. അതും സ്ലോ കുക്കിംഗ് ആകൂലോ, ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവേ. എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാനത് മാക്സിമം ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഇനി ക്യാബേജ് അരിയാനായിട്ട് പോയി. എനിക്ക് ബട്ടർഫ്ലൈൻ്റെ ചോപ്പർ ഉള്ളതുകൊണ്ട് എൻ്റെ അരിയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആക്കി തരും കേട്ടോ എൻ്റെ ചോപ്പർ കൂട്ടൻ. ഇങ്ങനെ കുനുകുനാന്ന് ക്യാബേജ് അരിഞ്ഞ് കിട്ടി. അമലിച്ചിന് ഇങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടമേ. മെഴുക്കുവരട്ടി റെഡിയായി. മെഴുക്കുവരട്ടി മാറ്റി വെച്ച് നേരെ ചട്ടി എടുത്ത് ഇനി ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. ഞാൻ റെസിപ്പിയൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. 8:45 അമലിക്ക് പോകണം. അതിന് മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കുവേ. ഇനി ഈ തോരനും മെഴുക്കുവരട്ടിയൊക്കെ പെട്ടെന്നാവുന്നതായതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണ് എനിക്ക്. അങ്ങനെ മീനും അങ്ങനെ ലോ ഫ്ലെയിമിലിരുന്ന് കുക്കായിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ തേങ്ങയൊക്കെ ചിരവി ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണേ. തോരനായി വന്നപ്പോഴത്തേന് ഞാൻ തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചു. റെഡി ആയപ്പോൾ ഞാൻ വീണ്ടും കുക്കർ ഒന്ന് തിളപ്പിക്കാൻ വെച്ചേ. ചോറ് ഊറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് മോരും കൂടി കാച്ചാവെന്ന് കരുതി. എന്തെങ്കിലും ഒരു ഒഴിച്ചു കറിയും കൂടി വേണ്ടേ, അമലിച്ചിന് അത് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു മോരുകറി വെച്ച്. അമലിക്ക് നല്ല കുറുകിയ മോരുകറിയാണ് ഇഷ്ടം. പക്ഷേ എന്തോ എൻ്റെ മോരുകറി ഇന്ന് ഭയങ്കരമായിട്ടങ്ങ് നീണ്ടുപോയി. ഇതെന്നും പതിവുള്ള കാര്യമാണ് കേട്ടോ. ഒരു 8:30 വരെ ഞാൻ ഇത് തന്നെയായിരിക്കും പണി ഡെയിലി. അങ്ങനെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ്. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടു നോക്കിയാലോ. ക്യാബേജ് തോരനും പയറ് മെഴുക്കുവരട്ടിയും അയല വറുത്തതും മോരുകറിയും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.